ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കാസർഗോഡ് ഡിഎഫ്ഒയ്ക്കെതിരെ കേസ്. കാസർഗോഡ് റെയിൽവേ പോലീസാണ് ജോസ് മാത്യുവിനെതിരെ കേസെടുത്തത്. ഓഖ എക്സ്പ്രസിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചെയ്യുന്നുണ്ട്. രതീഷ്, ഒരു ഡിഎഫ്ഒ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അടുത്തതിലൊരു ദുരനുഭവം ഉണ്ടാവുന്നത്, ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് റെയിൽവേ പോലീസ് തന്നെ സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കുകയായിരുന്നു. ട്രെയിനിലെ ഉള്ള സ്ത്രീകളോട് അപമര്യാദയായ രീതിയിൽ പെരുമാറുകയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്ത ഇയാളെ തിരിച്ചറിഞ്ഞ പോലീസ് തന്നെയാണ്, റെയിൽവേ പോലീസ് തന്നെയാണ് സുമോട്ടോ കേസെടുത്തത്. ഇദ്ദേഹത്തെ നേരിട്ട് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് കുറ്റപത്രം നൽകിയത്. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡിഎഫ്ഒ കാസർഗോഡ് ഡിഎഫ്ഒ ആണ് ജോസ് മാത്യു, പയ്യന്നൂർ സ്വദേശിയാണ്. എന്നാൽ മറ്റ് നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായി നടന്നു വരികയാണ്. എന്തായാലും കോടതി ഈ വിഷയത്തിൽ കോടതി ഇടപെട്ടാൽ മാത്രമേ മറ്റ് നടപടികളിലേക്കും മറ്റും പോകാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടികളൊന്നും ഈ ഘട്ടത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.